ഹേ ഗൈസ്, ഇന്ന് ഞങ്ങൾ അജ്മാൻ മർസയിൽ വന്നിരിക്കുകയാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് ഇവളെയും കൂട്ടി നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ആക്ച്വലി ഇങ്ങോട്ട് വന്നത് തന്നെ എന്താണ്ട് ഇവനെ കാണാമെന്ന്, ഈ നീളത്തിലുള്ള മനുഷ്യനെ. ഇവനെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തിൽ എല്ലാവരും എടുത്ത് പൊക്കണം. ഇതാണ്ട് അവളെ എടുത്ത് പൊക്കണോ, അത് കഴിഞ്ഞിട്ട് എന്നെ എടുത്ത് പൊക്കണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ഭയങ്കര ആക്റ്റീവാണ്. നേരെ ഞാൻ പോയി ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തോട്ടെ. അപ്പൊ തന്നെ കുഴിഞ്ഞിട്ട് ചവിട്ട് പറയാം ഗിവ് മി ടിപ്സ് എന്ന്. ഞാൻ പറഞ്ഞാൽ ഓക്കെ തരാം. ഈ കാണുന്ന ആളെ എടുത്ത് പൊക്കണമെന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ ഇത് എടുത്ത് പൊക്ക് ഞങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. പുള്ളി അപ്പൊ തന്നെ സ്കൂട്ടായി. മർസ ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആണ്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റിയ ഗെയിംസും എന്റർടൈൻമെന്റ് ടോയ്സും ഒക്കെ ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് മാത്രമല്ല ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും വന്നിരുന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. അജ്മാനിലൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വീക്കെൻഡ്സ് ഒക്കെ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ ഫൺ സോൺ VR ഉണ്ട്. ഇവിടെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് VR എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പൊ ടൈം ഇല്ലാത്തത് കൊണ്ട് നടന്നില്ല. ഇവിടെ നമ്മൾ എങ്ങോട്ട് നടന്നാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് മുഴുവൻ. ഫുള്ളി ലൈറ്റ്സ് കൊണ്ട് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ബീച്ച് സൈഡ് ഏരിയ കൂടിയാണ്. ആളുകളുടെ താല്പര്യാർത്ഥം ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാവുന്നതാണ്. ഇന്ന് ഇങ്ങോട്ട് വരുന്ന കാര്യം ഇവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. അതിനെ കൊണ്ട് പണി കിട്ടി. ഇവള് പറയാന്ന് ഇവള് മേക്കപ്പ് ഇട്ടില്ല, അതിനെ കൊണ്ട് എന്റെ വീഡിയോസ് ഒന്നും എടുക്കണ്ടാവും. പിന്നെ ഞങ്ങൾ ഇതൊക്കെ നടന്ന് കറങ്ങി കണ്ടു. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇതുപോലെ ധാരാളം സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന കടകളും ഇവിടെ കാണാൻ പറ്റും. പുറത്തുള്ളതിനെ അപേക്ഷിച്ച് റേറ്റ് കുറച്ച് അധികം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിന്നും കഴിക്കാൻ നിന്നില്ല. ഈ കത്തി നിൽക്കുന്നത് ഒരു വാട്ടർ ഫൗണ്ടേഷൻ ആണ്. ഞാൻ ആദ്യം വിചാരിച്ചത് സ്പീക്കർ ഇതിന്റെ ഉള്ളിൽ നിന്ന് പാട്ട് വരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ വീണ്ടും ഈ നീളമുള്ള മനുഷ്യനെ കണ്ടു. ഇവക്കാണെങ്കിൽ ഇയാളെ നന്നായി ബോധിച്ചിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് എന്തൊക്കെയാ സുഖമില്ലെന്നൊക്കെ ചോദിക്കുന്ന കേട്ടു. അങ്ങനെ മർസ മുഴുവൻ ഞങ്ങൾ കറങ്ങി കണ്ടു. നമ്മുടെ ഒരു ഫ്രണ്ട് വസീമാണ് ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്നുള്ള കാര്യം. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ഈ പുള്ളിക്കാരൻ നോക്കുന്നേരം വീണ്ടും കുറെ കുട്ടികളുടെ നടുവ് കിടന്ന് എല്ലാവരും പൊക്കണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇത്രയുള്ളൂ ഗൈസ്, ബാക്കി നാളെ.